ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ Dream11 കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തിയിട്ട് മറ്റുള്ള ആപ്ലിക്കേഷൻസ് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് പറയാൻ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റീസൺസ് ഉണ്ട്. അത് ഞാൻ 1 by 1 ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവും. വെറുതെ കൊണ്ടുപോയിട്ട് Dream11 പൈസ ലോസ് ചെയ്യാതെ മറ്റ് ആപ്ലിക്കേഷൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. സോ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇവിടെയാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ്. മസ്റ്റായിട്ട് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ടാണ് നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പ് ഉള്ളത്. സോ തീർച്ചയായിട്ടും തന്നെ കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഞാനിവിടെ പറയാൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ Dream11 റീസെൻ്റ്ലി ഞാൻ ലാസ്റ്റ് 5 to 6 years ആയിട്ട് Dream11 യൂസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലുള്ള മെയിൻ ആദ്യമൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ഇപ്പോൾ പ്രോഫിറ്റ് IPL സീസൺ തുടങ്ങിയപ്പോൾ കുറേ പേർക്ക് പ്രോഫിറ്റ് കുറഞ്ഞു പോയിട്ടുണ്ടാവും. കൂടുതലും നമ്മൾ ഇട്ട പൈസ തിരിച്ച് കിട്ടുന്ന ആ ഒരു അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവാറുണ്ടെന്ന് എനിക്കറിയാതെ കണ്ടില്ലേ. എൻ്റെ അവസ്ഥ കൂടെ അങ്ങനെയാണ്. ടീം മോശമായതുകൊണ്ട് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിൾ ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇന്നലെ ഞാൻ Dream11 ക്യാഷ് ഇട്ടു, അതുപോലെ തന്നെ നമ്മുടെ Excel എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനിൽ നമ്മൾ ക്യാഷ് ഇട്ടു. ഈ 2 ആപ്ലിക്കേഷനിൽ നമ്മൾ ക്യാഷ് ഇട്ടു. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ CSK vs RCB മാച്ച് തന്നെയായിരുന്നു. ഇവിടെയും CSK vs RCB മാച്ച് ആയിരുന്നു. ഇത് ന്യൂ പോയിന്റ് സിസ്റ്റം ആയതുകൊണ്ട് 754 പോയിന്റ് ഉണ്ട്. ഇത് ഓൾഡ് പോയിന്റ് സിസ്റ്റം ആയതുകൊണ്ട് 620 പോയിന്റേ ഉള്ളൂ. അത് ഡിഫറൻസ് ഒന്നും നോക്കണ്ട. ശരിക്കും ഏതാ ബെറ്റർ എന്ന് ചോദിച്ചാൽ ഓൾഡ് തന്നെയാണ്. ഞാൻ എൻ്റെ ഇതായിട്ട് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ പ്രിഫറൻസ് ബാറ്റിങ്ങിനാണ്. പക്ഷേ മുന്നേ അങ്ങനെ ആയിരുന്നില്ല. കൂടുതൽ പ്രിഫറൻസ് ബോളിങ്ങിനായിരുന്നു. എപ്പോൾ വേണേലും എങ്ങനെ വേണേലും കളി മറിയാനുള്ള ചാൻസ് ഉണ്ട് ഈ ന്യൂ പോയിന്റ് സിസ്റ്റത്തിൽ. സോ ഞാൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കോൺടെസ്റ്റ് 4 പേരുള്ള കോൺടെസ്റ്റാണ് കളിച്ചത്. H4 ആണ്. 19 രൂപയ്ക്ക് 4 പേര് ജോയിൻ ചെയ്തതിന് ഫസ്റ്റ് വന്നതിന് 66 രൂപ കിട്ടും. അത് തന്നെയാണ് ഞാനിവിടെ കൂടുതലായിട്ട് ജോയിൻ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ 20 രൂപയുടെ കോൺടെസ്റ്റ് ഞാൻ ജോയിൻ ചെയ്തു. അതിൽ 42% വിന്നിങ്സ് ഉള്ളത്. ഒരു 600 ആ ഒരു ലെവൽ വരെയൊക്കെ ഇവിടെ പ്രൈസ് വരുന്നതാണ്. 625 പേർക്ക് വരെ കൊടുത്ത പൈസ എങ്കിലും തിരിച്ചു കിട്ടുന്നതാണ്. അത് കൂടെ എനിക്ക് കിട്ടിയില്ല. മെയിൻ റീസൺ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അതിലിട്ട ടീമും സെയിമാണ്. ഇവിടെ നമ്മളെ Dream11 ഇട്ട ടീമും സെയിമാണ്. ഒരു വ്യത്യാസമില്ല. പക്ക സെയിം ടീമാണ് നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്നത്. ഇതിൽ മെയിനുള്ള ഡിഫറൻസ് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇവിടെ കോഹ്ലിക്ക് പോയിൻ്റ് 86 ഇവിടെ കോഹ്ലിക്ക് പോയിൻ്റ് 106 അതാണ് ഈ ഓൾഡ് പോയിൻ്റ് ന്യൂ പോയിൻ്റ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓപ്പോണൻസിന് ശക്തി കുറഞ്ഞ ഓപ്പോണൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. നമ്മുടെ XL11 അതേ സെയിം സംഭവം നമ്മുടെ Dream11 പോയപ്പോൾ കുറച്ച് ടഫായ ഓപ്പോണൻസിനെ നമുക്ക് കിട്ടി. സോ രണ്ടും തമ്മിലുള്ള വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ പുതുതായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇതിനെപ്പറ്റി വലിയ നോളജ് ഉണ്ടാവില്ല. സോ നമുക്ക് ഓൾറെഡി Dream11 കളിച്ച് ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. സോ നമുക്ക് അതിനെപ്പറ്റിയുള്ള ഒരു നോളജ് ഉണ്ട്. ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ആ ഒരു സെയിം ടീം തന്നെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇട്ട പൈസയെങ്കിലും തിരിച്ച് കിട്ടുന്ന കാര്യത്തിൽ നമുക്ക് അഷ്യൂർ ചെയ്യാം. കാരണം ഞാൻ ഈ കോൺടെസ്റ്റ് ഇതിൽ ഏകദേശം ഒരു 120 രൂപയ്ക്ക് ഇട്ടിട്ടുണ്ടാവുള്ളൂ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി തന്നെ ഇട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. നമുക്ക് ഇവിടെ കൂടുതലും പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഈ കോമ്പറ്റീഷൻ ലെസ് എന്ന് പറയുന്നത് ചുമ്മാ അല്ല, സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഓപ്പോണൻസ് ടീമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ കണ്ടില്ലേ, ഒരു ആവറേജ് ടീമാണ്. നമ്മുടെയും ബിലോ ആവറേജ് ടീമാണ്. എന്നാൽ കൂടെ നമ്മുടെ ക്യാപ്റ്റൻ VC കളിച്ചില്ലെങ്കിൽ കൂടെ നമ്മുടെ ടീം മോശമായ കൂടെ നമ്മുടെ ഓപ്പോണൻറ്റ് ടഫ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിൻ ചെയ്തു. അതാണ് സിമ്പിൾ സംഭവമാണ്. സോ നമുക്ക് ഇട്ടത് വെച്ച് കുറച്ചെങ്കിലും കൂടുതൽ പൈസ നമുക്ക് ഇവിടെ കിട്ടി. അതാണ് ഇതിൻ്റെ മെയിൻ മെച്ചം. മറ്റേ Dream11 39 രൂപ കിട്ടി. അത് മറ്റേ GL ഇട്ടുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ആ പൈസയും കിട്ടില്ല. ഇവിടെ നമ്മൾ GL ഒന്നും ഇട്ടിട്ടില്ല. മെയിനായിട്ട് ഇട്ടത് മറ്റേ H4 ആണ്. അപ്പോൾ നിങ്ങളിവിടെ ഒരു 500 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ല ടീമാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 2000 രൂപ കിട്ടും. അതേസമയം നിങ്ങളൊരു ബിലോ ആവറേജ് ടീമാണെങ്കിൽ കൂടെ 500 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 450 അല്ലെങ്കിൽ ചിലപ്പോൾ 510 അല്ലെങ്കിൽ 520 ഒരു 100 രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്കിലും മിനിമം കിട്ടുന്നുള്ള കാര്യത്തിൽ ഇത് ഉറപ്പാണ്. ഞാൻ 100 രൂപ ഇട്ടു, എനിക്ക് 70 രൂപ കിട്ടി. എത്ര രൂപ? 30 രൂപ ലോസ് വന്നു. ഇനിയിപ്പോൾ ചിലപ്പോൾ എനിക്ക് 30 രൂപ കൂടുതലായിരിക്കും കിട്ടുക. 2 വിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലാഭമാണ്. മനസ്സിലായില്ലേ?
അതാണ് മെയിൻ സംഭവം. അതായത് ഇവിടെ കോമ്പറ്റീഷൻ കുറവായതുകൊണ്ട് കൂടുതൽ വിൻ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടും. സോ അപ്പോൾ ഇതുപോലത്തെ അപ്ലിക്കേഷൻസ് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഡ്രീം ഇലവനിൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലോട്ട് മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ നമ്മുടെ കുബേര ഫാൻറ്റസി ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഓപ്പോണൻറ്റിനെ ആരാന്ന് കണ്ടുകൊണ്ട് നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. ഐ മീൻ ടീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടീമല്ല, ഒരു ഡ്യൂ ഓപ്ഷനാണ്. നമ്മൾ 22 പ്ലെയേഴ്സിൽ നിന്ന് 11 പ്ലെയേഴ്സിനെ ചൂസ് ചെയ്യാൻ നമുക്ക് എത്ര ടഫാണ്. അതേസമയം 5 പ്ലെയേഴ്സിൽ നിന്ന് ഓപ്പോണൻറ്റിനെ കണ്ടുകൊണ്ട് നമുക്ക് ഒരാളെ ചൂസ് ചെയ്താൽ മതി. അത് എത്ര സിമ്പിളാണ്. നിങ്ങൾക്ക് ആ സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. ഇപ്പോൾ ഇവിടെ ഒരു കോൺടെസ്റ്റ് ഉണ്ട്, 47 രൂപ. നമ്മുടെ ഓപ്പോണൻ്റ് ആരാന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ റാഷിദ് ഖാനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള 4 പേരേ ഉള്ളൂ. ഈ 4 പേരെ ആരെങ്കിലും ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചൂസ് ചെയ്ത ആളാണ് റാഷിദ് ഖാനെക്കാട്ടിലും കൂടുതൽ പോയിന്റ് എടുത്ത് വെച്ചാൽ നമ്മൾ വിന്നായി. ഇനിയിപ്പോൾ നമുക്ക് റാഷിദ് ഖാനെ വേണമെന്ന് വെച്ചാൽ നമുക്കിവിടെ ആരും കയറാത്ത കോൺടെസ്റ്റുകൾ ഉണ്ടാവും. ആ ഒരു കോൺടെസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ റാഷിദ് ഖാനെ എടുക്കാം. അത് കണ്ടില്ലേ, റാഷിദ് ഖാനെ എടുക്കാം. സിമ്പിൾ. ഇതാ എടുത്തു, ജോയിൻ കോൺടെസ്റ്റ് കൊടുത്തു. ഇനി നമ്മുടെ ഓപ്പോസിറ്റ് റാഷിദ് ഖാൻ അല്ലാത്ത ഒരാൾ വരും. അങ്ങനെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ ക്യാഷ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ കുബേര ഫാൻറ്റസിയിലുണ്ട്. ഇതിൽ GST ഇല്ല, TDS ഇല്ല. ഞാൻ ഈ പറഞ്ഞ ഏത് ആപ്ലിക്കേഷനിലും GST TDS ഒന്നുമില്ല. XL11 തീർച്ചയായിട്ടും ഇല്ല. 200 രൂപ ക്യാഷ് ബോണസ് നമ്മുടെ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ മൈ മാസ്റ്റർ 11 തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 രൂപ കൊടുത്തിട്ട് 47 രൂപയുടെ കോൺടെസ്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റും. 47 രൂപയുടെ കോൺടെസ്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം 40 രൂപയെങ്കിലും തിരിച്ച് കിട്ടും. കാരണം അതൊരു ഗ്രാൻഡ് ലീഗാണ്. പിന്നെ അതുപോലെ തന്നെ ഡെയിലി ഗിവ് വേസ് ഇവന്മാർ നടത്തിയിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 lakh rupees ഗിവ് വേ നടത്തുന്നത്. അതിൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ 20,000, സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ 10,000, തേർഡ് വന്നാൽ 5,000. അങ്ങനെയൊക്കെ പ്രൈസ് റേഞ്ച് പോകുന്നത്. 5,000 പേരെ കളിക്കുന്നുള്ളൂ. അതിൽ ഏകദേശം 20,000 പേരിനോളം ക്യാഷ് പ്രൈസും കിട്ടുന്നുണ്ട്. അപ്പോൾ വെറുതെ 0 രൂപയ്ക്കൊക്കെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അഫോർഡബിൾ അല്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോയ്സ് 11 ആണെങ്കിൽ TDS ഇല്ല, GST ഇല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റീഷൻ ലെസ് ആയിട്ട് എനിക്ക് കൂടുതൽ തോന്നിയത്, ഞാൻ ഇവിടെ ഒരുപാടെണ്ണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് കോമ്പറ്റീഷൻ ലെസ് ആയിട്ട് തോന്നിയത് XL11 ഫസ്റ്റ് വൺ. പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി കോൺടെസ്റ്റുകൾ നമ്മുടെ ഈ ഒരു XL11 ഉണ്ട്. സോ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുബേരയിൽ മറ്റേ ഗ്രാൻഡ് ലീഗ്സ് നമുക്ക് ഇടാൻ പറ്റും. സാധാരണ നോർമൽ ടീംസും നമുക്ക് അതിലിടാൻ പറ്റും. അതും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഡുവോ എന്ന് പറഞ്ഞാൽ ആ ഒരു 2 ഫീച്ചർ ഉള്ളതുകൊണ്ടാണ് അത് ഞാൻ സെക്കൻഡ് പ്ലേസിലോട്ട് എടുത്തിട്ടത്. ഫസ്റ്റ് XL11, സെക്കൻഡ് കുബേര. പിന്നെ തേർഡ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മൈ മാസ്റ്റർ 11 ആണ്. സോ ഇതിലും അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഡ്രീം ലെവലിൽ കിട്ടാത്ത ഒരുപാട് കോൺടെസ്റ്റുകളും കിട്ടും. ഡ്രീം ലെവലിൽ നിങ്ങൾ 350 രൂപ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 330 രൂപ കൊടുത്താൽ മതി കോൺടെസ്റ്റ് ജോയിൻ ചെയ്യാൻ. അതാണ് ഡിഫറൻസ്. എൻട്രി ഫീസ് ഭയങ്കര കുറവാണ്. പിന്നെ GST ഇല്ല, TDS ഇല്ല. വിഡ്രോ ചെയ്യുന്ന സമയത്ത് TDS പിടിക്കുന്ന പരിപാടിയൊന്നുമില്ല. അതുപോലെ തന്നെ ചോയ്സ് 11, അടുത്ത 4ാമത്തെ ഓപ്ഷൻ പറയുകയാണ് ചോയ്സ് 11. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ ഇതിലും പറ്റും. ഇതിൽ കോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മറ്റേ ഞാൻ മറ്റേ ഡ്യൂയോയിൽ കാണിച്ചു തന്നില്ല, ഒരു 5 പ്ലെയേഴ്സ് പിക്ക് ചെയ്തിട്ട് വിടാൻ പറ്റുന്ന ആ ഒരു സെയിം സംഭവം നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് ഫോക്കസ് 11 തീർച്ചയായിട്ടും നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ വിഷൻ 11 കാര്യം ഞാൻ പറയുന്നില്ല. ഞാൻ ഇതേ സംഭവം ട്രൈ ചെയ്ത് നോക്കി. ഓപ്പൺലി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ കൂടിയാണ്. എനിക്കത് വർക്കൗട്ട് ആയില്ല. ഞാൻ കുറച്ചെണ്ണം ഈ പറഞ്ഞ സാധനങ്ങൾ കുറച്ച് IPL മത്സരങ്ങളായിട്ട് ഞാൻ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആപ്ലിക്കേഷനിലും ഞാൻ അത് ഓരോന്നോരോന്നെടുത്ത് കാണിക്കുന്നൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഞാൻ ചുമ്മാ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എല്ലാ മാച്ചിലും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും എനിക്കത് വർക്കാവുന്നില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. നമുക്ക് ഇവിടെ വർക്കാവുന്നില്ല. ഓപ്പൺലി പറയണ വർക്കാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് നമ്മുടെ ലിസ്റ്റിലോട്ട് എടുത്തിടാത്തത്. കണ്ടില്ലേ, എന്നാലും 128 കിട്ടുള്ളൂ. 200 പോയിന്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 91 രൂപ ലോസാണ്. ഞാൻ പറഞ്ഞില്ലേ, അത് എനിക്ക് കൂടുതലായിട്ട് അത് വർക്കൗട്ടായി തോന്നിയില്ല. പിന്നെ സ്പോട്ടസി ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് XL11, കുബേര, മൈ മാസ്റ്റർ 11, ചോയ്സ് 11, ഫോക്കസ് 11 ട്രൈ ചെയ്ത് നോക്കിക്കോ. ഡ്രീം 11 ഒഴികെ നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ ഓർഡറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ കുബേര കയറ്റിക്കോ, എന്നിട്ട് രണ്ടും ഒന്ന് കളിച്ച് നോക്കുക. പറ്റില്ലേ ഡിലീറ്റ് ചെയ്യും. XL11 കയറ്റി കളിച്ചിട്ട് നോക്കുക. പറ്റില്ലേ ഡിലീറ്റ് ചെയ്യും. ചോയ്സ് 11 നോക്കുക. പറ്റില്ലേ ഡിലീറ്റ് ചെയ്യും. നിങ്ങൾക്ക് ക്യാഷ് കിട്ടുകയാണെങ്കിൽ മാത്രം പാനും മറ്റേ ആധാറും തേങ്ങയൊക്കെ ലിങ്ക് ചെയ്താൽ മതി. അല്ലാതെ ഞാൻ ആരെയും ഇപ്പം തന്നെ പറയുന്നില്ല. നിങ്ങളൊരു 100 രൂപ ഇടുക, കളിച്ച് നോക്കുക. പ്രോഫിറ്റബിൾ ആണെങ്കിൽ തുടരുക, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു ദിവസം കളിച്ച് നോക്കിയിട്ട് പൈസ കിട്ടില്ല എന്നൊന്നും പറയില്ല. കാരണം ഒരു ദിവസത്തെ ടീം നിങ്ങളുടെ മോശമാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 2-3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഈ 100 രൂപ ഇട്ട് തന്നെ 70 രൂപ അല്ലെങ്കിൽ 60 രൂപ 50 രൂപയെങ്കിലും തിരിച്ച് കിട്ടും. സോ കിട്ടുകയാണെങ്കിൽ ഹൈ, പോവുകയാണെങ്കിൽ പകുതിയേ പോവുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ ആപ്ലിക്കേഷനൊക്കെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓപ്പൺ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്.
അല്ലാതെ മറ്റ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുകയൊന്നുമല്ല. നിങ്ങൾക്ക് വേണേൽ എൻ്റെ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ 200 രൂപ കിട്ടും. അല്ല, നിങ്ങളായിട്ട് ഡൗൺലോഡ് ചെയ്തോ, എനിക്കിതിലൊരു പ്രോഫിറ്റും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എല്ലാ ആപ്ലിക്കേഷൻ കയറ്റുമ്പോഴും ബോണസ് കിട്ടും, നമ്മുടെ ലിങ്ക് വഴി കയറ്റിയാൽ മാത്രം. ബട്ട് ഞാൻ ലിങ്ക് വഴി തന്നെ കയറണം എന്നൊന്നും പറയുന്നില്ല, അത് നിങ്ങളുടെ ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.